ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നട്ടെല്ലിൻ്റെ ഡിസ്ക് തള്ളലിന് കാരണമെന്ത്, പരിഹാര മാർഗങ്ങൾ എന്ത്, ഈ വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ഇബാദ് ഷായാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടറോട് സംശയം ചോദിക്കാൻ പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, നട്ടെല്ലിന് ഡിസ്ക് തള്ളൽ സംഭവിക്കുന്നത് എന്തുകൊണ്ട്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഏതെല്ലാം സാഹചര്യങ്ങൾ ഇത് സംഭവിക്കാം? സാധാരണഗതിയിൽ ആർക്ക് വേണമെങ്കിലും നട്ടെല്ലിന് ഡിസ്ക് തള്ളൽ സംഭവിക്കാം. പ്രധാനമായിട്ടും അധികമായി കായിക ആക്ടിവിറ്റിയിലൊന്നും പങ്കെടുത്താത്ത ആൾക്കാർ പെട്ടെന്ന് ഭാരം ഉയർത്തുമ്പോൾ, എന്ന് വെച്ചാൽ ഒരു ഹെൽപ്പിന് വേണ്ടി ചിലപ്പോൾ പലപ്പോഴും നമ്മൾ വീട്ടിലുള്ള ഫർണിച്ചറുകൾ എടുത്ത് പൊക്കുകയോ അല്ലെങ്കിൽ പൊസിഷൻ മാറി കുനിഞ്ഞ് വെയിറ്റ് എടുക്കുമ്പോഴോ ഒക്കെയാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. ചിലപ്പോൾ കായിക ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടും വരാറുണ്ട്. പ്രധാനമായിട്ടും ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർക്കോ പൊസിഷൻ മാറി നമ്മുടെ നട്ടെല്ലിന് ലോഡ് വരുമ്പോഴാണ് ഈ ഡിസ്ക് തള്ളൽ ഉണ്ടാവുന്നത്. അപ്പം ഇത് ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ അതിയായ നടുവേദനയാണ് സാധാരണയിൽ അനുഭവപ്പെടുന്നത്. ഈ ഡിസ്ക് തള്ളി ഞരമ്പിനെ ഞെരുക്കുകയാണെങ്കിൽ കാലിലോട്ട് സയാറ്റിക്ക എന്ന് പറഞ്ഞ റേഡിയേറ്റിംഗ് ആയിട്ടുള്ള വേദന വരാം. കൂടാതെ പെരുപ്പ്, മരവിപ്പ്, ബലക്കുറവ് മുതലായ സംഭവങ്ങൾ വരാം. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ന കാര്യം ചെയ്യാം എന്നുള്ളതില്ല. പ്രധാനമായിട്ടും നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നു, നമ്മുടെ ബോഡി അത്യാവശ്യം സ്ട്രോങ് ആണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലുള്ള ആക്ടിവിറ്റീസിൽ എന്ന് വെച്ചാൽ വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ അതേസമയം അധികമായിട്ട് നമ്മളൊന്നും ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല, പെട്ടെന്ന് ഒരാൾ ഹെൽപ്പ് വിളിക്കുന്നു, നമ്മൾ പെട്ടെന്ന് പോയി വലിയ വെയിറ്റ് പൊക്കുന്നു, ചിലപ്പോൾ പൊസിഷൻ മാറി നട്ടൽ ലോഡ് വരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ തള്ളൽ സംഭവിക്കുന്നത്. ഡോക്ടർ, ഡിസ്ക് തള്ളൽ എങ്ങനെയൊക്കെയാണ്? പല രീതിയിൽ ഇത് സംഭവിക്കുന്നുണ്ടോ? പല രീതിയിൽ എന്നുള്ളതല്ല, പല ഗ്രേഡുകളിൽ എന്ന് പറയാം. എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് ഡിസ്ക് ബൾജ് എന്ന് പറയാം. അതേസമയം ഈ ബൾജ് ചെയ്തത് കുറച്ച് അധികം സൈസിലേക്ക് വരുവാണെങ്കിൽ അത് പ്രൊട്രൂഷൻ എന്ന് പറയാം. ഇത് ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ക് ഒരു ഫ്രാഗ്മെന്റ് ആയിട്ട് മാറി ഈ നട്ടലിന്റെ കനാലിലോട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ എക്സ്ട്രൂഷൻ, സെക്വിസ്ട്രേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഓരോ ഗ്രേഡുകളിലാണ് സംഭവിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഡിസ്ക് തള്ളൽ ആരുടെ നട്ടലിലും കാണും, എല്ലാവരുടെയും നട്ടലിൽ ചെറിയ രീതിയിലുള്ള ഡിസ്ക് തള്ളൽ കാണും. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ഈ ഞരമ്പുകൾക്ക് ഞെരുക്കം വരികയോ അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് നീർക്കെട്ട് ഈ ഡിസ്ക് ഞെരുക്കിയിട്ട് വരുമ്പോഴാണ് നമുക്ക് അതൊരു പ്രശ്നമായിട്ട് വരുന്നത്. അല്ലാതെ ചെറിയ രീതിയിലൊരു ഡിസ്ക് ബൾജ് ഒക്കെ വന്നാൽ ചെറിയ രീതിയിൽ നടുവേദന അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴേലും ഒക്കെ നമ്മൾ നടുവേദന അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ആ ചെറിയ ഡിസ്ക് ബൾജ് ഒന്നും പലപ്പോഴും പ്രശ്നമുള്ളതല്ല. ഇപ്പോൾ ഡിസ്ക് തള്ളൽ നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ നടുവേദന ആണ് ഈ ഡിസ്ക് തള്ളലിന്റെ തുടക്ക സ്റ്റേജിൽ ഒരു നടുവേദന വരും. അത് ഭയങ്കരമായിട്ടുള്ള നടുവേദന ആയിരിക്കും. നല്ല രീതിയിൽ പലപ്പോഴും ചിലപ്പോൾ പേഷ്യൻസ് എന്ന് പറയും നമ്മൾ പെട്ടെന്ന് വെയിറ്റ് എടുത്തു, അതിനുശേഷം നടുവ് വെട്ടിപ്പിടിച്ചു, പെട്ടെന്ന് വേദന വരും. അപ്പം ആ ഒരു വേദന ഈ ഡിസ്കിന് മുറിവ് സംഭവിച്ചിട്ട് വരാം. പക്ഷേ ആ ഡിസ്കിന് വന്ന മുറിവ് ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് ഈ വേദന മാറും. അത് സ്ഥിരമായിട്ട് നിൽക്കാറില്ല. അപ്പം അത് കൂടാതെ പല കാരണങ്ങൾ കൊണ്ട് നടുവേദന വരാം. ഇപ്പം മസിലിന് ഇഞ്ചുറി വന്നിട്ട് വരാം, അല്ലെങ്കിൽ നട്ടലിൽ തന്നെ ഇഷ്ടംപോലെ ലിഗമെന്റുകളുണ്ട്, അതിന് ഇഞ്ചുറി വന്നിട്ട് വരാം. അപ്പം ഒരു ഇന്ന പർട്ടിക്കുലർ പ്രശ്നമാണ് ഈ ഡിസ്ക് തള്ളൽ എന്ന് പറയാൻ വേദന വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഇപ്പൊ സയാറ്റിക്ക് വരികയാണ്, പേഷ്യന്റ് കാലിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന പെയിൻ വരുവാണ്, നട്ടലിൽ നിന്ന് പാദം വരെ വരുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം ഡിസ്ക് തള്ളി ഞരമ്പിനെ ഞെരുക്കുന്നതുകൊണ്ട് വന്നതാവാം എന്ന് നമുക്ക് പറയാം. 90% അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ വ്യക്തി ഈ ഡിസ്ക് തള്ളലാണ് ആ വ്യക്തിയുടെ പ്രോബ്ലം എന്ന് നമുക്ക് പറയാം. പക്ഷെ നടുവേദന വെച്ചിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റത്തില്ല. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്ന് വൃന്ദയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഒരു 4-4.5 കൊല്ലായി എനിക്ക് ഒന്ന് ബാത്റൂമിലൊന്ന് വഴുക്കി വീണതാണ്. അതിനുശേഷം കാലുകൾ രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നട്ടെല്ലിനും ഭയങ്കര സ്കാൻ ചെയ്യുക, MRI എടുക്കുക, എല്ലാതും ചെയ്തതാണ്. എക്സ്റേ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തു. അത് ഞരമ്പ് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുമെന്ന് പറയുന്നു, നട്ടെല്ലിനോട് ചേർന്നിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത്? ഒത്തിരി സ്പീഡിലൊന്നും നടക്കാൻ സാധിക്കണില്ല.
ഏം, രാവിലെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പണികളും ഇതൊക്കെ ചെയ്ത് കൊടുത്ത് കുട്ടിയെ സ്കൂളിൽ ഒന്ന് ആക്കി കൊടുക്കാൻ ഒന്നും പറ്റുന്നില്ലാത്ത അവസ്ഥ. അതന്നെ, നടുവേദനയാണോ പ്രധാനപ്പെട്ട പ്രശ്നം, അതോ കാലിലോട്ടുള്ള ഈ റേഡിയേറ്റ് ചെയ്യുന്ന വേദനയാണോ പ്രശ്നം? കാലിലോട്ടാണ് കാലിലോട്ടാണ് കാൽ കംപ്ലീറ്റ് വേദന അല്ലേ? വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. കാലിലോട്ട് വേദന വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ MRIയിൽ നട്ടെല്ല് ഞരമ്പ് ഞെരുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഞെരുക്കം നമ്മൾ മാറ്റിയാൽ മാത്രമേ ഈ കാലിലോട്ടുള്ള വേദന നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് അത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് നട്ടെല്ലിന് ഇഞ്ചക്ഷൻ എടുത്തോ, അല്ലെങ്കിൽ ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. 4.5 വർഷമായി ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ, നമുക്ക് 2 ഇത്രയും ടാബ്ലറ്റ് ഇത്രയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. സമയം നമുക്ക് ഈ അസുഖം കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഒന്നീ ഇതിനകത്ത് കറക്റ്റ് എന്താണ് ഡയഗ്നോസിസ് എന്ന് ചിലപ്പം കിട്ടിക്കാണത്തില്ല. അല്ല, ഈ ഞരമ്പ് ഞെരുങ്ങിയിട്ടുള്ള വേദനയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക് നമ്മൾ എടുത്ത് മാറ്റിയാൽ മാത്രമേ ഞരമ്പിന്റെ ഞെരുക്കം മാറത്തുള്ളൂ, ഈ വേദന ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചികിത്സ അങ്ങനെ ആരെങ്കിലും സജസ്റ്റ് ചെയ്തായിരുന്നോ, അങ്ങനെയുള്ള ചികിത്സ വല്ലോ? ഡോക്ടർ പറഞ്ഞിരുന്നു അധികം ആവണമെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. ഇപ്പം വൃന്ദയുടെ ബുദ്ധിമുട്ട് വൃന്ദയുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു ട്രീറ്റ്മെന്റ്. കാരണം നമ്മുടെ ജീവിതചര്യ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ചികിത്സ ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ? അല്ല, എന്ന് വെച്ചാൽ ഇത് ഇപ്പൊ എനിക്ക് ഫോണിൽ കൂടെ പറയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ വൃന്ദയുടെ യഥാർത്ഥ കണ്ടീഷൻ നമുക്ക് അറിഞ്ഞൂടാ. സാധാരണഗതിയിൽ ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുള്ളതല്ല. നമ്മൾ ചെറിയ ഹോളിൽ കൂടെ പോയിട്ട് ആ ഡിസ്ക് എടുത്ത് കളയുന്നതാണ് ചികിത്സ. സാധാരണഗതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങളും MRIയുടെ റിപ്പോർട്ടും എല്ലാം വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് നേരിട്ട് കണ്ടാൽ മാത്രമേ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഇത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ നോർമൽ രീതിയിൽ നമുക്ക് ഡിസ്ക് കാരണമുള്ള ഞരമ്പിനുള്ള ഞെരുക്കം ഓപ്പറേഷൻ ചെയ്ത് കളയുന്നതാണ് ചികിത്സ. പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ നടുവേദനയാണ് ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് പല സാഹചര്യത്താൽ നടുവേദന വരാം. അമിത ഭാരം ഉപയോഗിക്കുമ്പോൾ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ ഈ നടുവേദനയെ കൂടുതൽ ശ്രദ്ധിക്കണം? സാധാരണഗതിയിൽ പെട്ടെന്നുള്ള നടുവേദന നമുക്ക് മരുന്നുകളോ അല്ലെങ്കിൽ റെസ്റ്റുകളോ കൊണ്ട് ശമിപ്പിക്കാൻ വേണ്ടിയുള്ള ചികിത്സ നമുക്ക് നോക്കാം. ചെറിയ ചൂട് വെക്കുക, അങ്ങനെയൊക്കെ ഉള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ എടുക്കാം. 6 ആഴ്ചയിൽ കൂടുതൽ നമുക്ക് നടുവേദന നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആ നടുവേദനയുടെ കാരണം എന്ന് കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമാണ്. പലപ്പോഴും ഈ 6 മുതൽ 3 മാസം കഴിഞ്ഞിട്ടുള്ള നടുവേദനയ്ക്ക് എന്തേലും ഒരു കാരണമില്ലാതെ അത്രയും സ്ഥിരമായിട്ട് അങ്ങനെ നടുവേദന നിൽക്കാറില്ല. അതുമല്ല, ഈ നടുവേദന ഒരു വട്ടം വന്നു, ഇപ്പോൾ വെയിറ്റ് എടുത്തു എന്തെങ്കിലും ചെയ്ത് നടുവേദന വന്നതിന് ശേഷം അതിൻ്റെ ഒരു ട്രെൻഡ് കുറയുന്ന ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതേസമയം അത് അതേ കാഠിന്യത്തിൽ തന്നെ 6 ആഴ്ചയ്ക്ക് ശേഷം നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കൂടുന്നു, ഈ നടുവേദന കൂടെ വേറെ അസുഖങ്ങൾ വരുന്നു, എന്ന് വെച്ചാൽ പെരുപ്പ് മരവിപ്പ് വരുന്നു, കാലിലോട്ട് വേദന റേഡിയേറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ നടുവേദന എന്തുകൊണ്ടാണ് വന്നത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കും. ഒരു ഡോക്ടറുടെ സേവനം എടുക്കണം. എക്സ്റേ MRI മുതലായ നമ്മുടെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ലേറ്റ് സ്റ്റേജിലേക്ക് നമ്മൾ വെച്ചിട്ട് പിന്നെ അത് ചികിത്സിക്കാൻ പറ്റാത്ത രീതിയിൽ മൂർച്ഛിച്ചു പോകാറുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നടുവേദന നേരത്തെ കണ്ട് ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ഈ നടുവേദന നമ്മൾ വിചാരിക്കും ചെറിയ വേറെ എന്തെങ്കിലും ചെറിയ എനിക്ക് ഇന്ന് പണ്ടേ ഉണ്ട് നടുവേദന എന്നുള്ള പലരും പറയാറുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നട്ടലിന്റെ അലൈൻമെന്റിലെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നടുവേദന വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നോർമലായിട്ട് ഒരു നട്ടലിന്റെ മേളിൽ ഒരു നട്ടലായിട്ടാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ നട്ടല് തെന്നി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്നെ പല ഗ്രേഡിങ്ങിൽ വരാം. ഇപ്പം ഗ്രേഡ് 1 എന്ന് വെച്ചാൽ 25%, ഗ്രേഡ് 2 എന്ന് വെച്ചാൽ 50%. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ലേറ്റ് ആയിട്ട് വെക്കുമ്പോൾ ഇതൊരു 100% വരെ തെന്നി അങ്ങ് മാറും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ ഓപ്പറേഷനോ അല്ലെങ്കിൽ വേറെ ചികിത്സകളോ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടത്തില്ല. കൂടാതെ ചിലപ്പം ഈ ക്യാൻസർ, ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഒരു ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാൻസർ ചിലപ്പോൾ നട്ടലിലോട്ട് സ്പ്രെഡ് ചെയ്യാം. ചിലപ്പോൾ അതായിരിക്കും നടുവേദനയുടെ കാരണം.
അത് കുഴപ്പമില്ലാത്ത നടുവേദനയാന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ക്യാൻസർ മൂർച്ഛിച്ച് പലപ്പോഴും കൂടാറുണ്ട്. ചിലപ്പം ഈ ബ്രസ്റ്റിൽ ചെറിയ മുഴ കാണും. അങ്ങനെയുള്ള രോഗിക്കായിരിക്കും ചിലപ്പോൾ നട്ടൽ വരുന്നത്. അത് ചിലപ്പോൾ ഈ മെറ്റാസ്റ്റൈസ് ആയിരിക്കും, ഇത് സ്പ്രെഡ് ആയിട്ടുള്ള നടുവേദന ആയിരിക്കാം. ചിലപ്പോൾ ട്യൂബർകുലോസിന്റെ അണുബാധ കാണാം. അപ്പം ഇത് ഞാൻ ജനറലായിട്ട് പല കാരണങ്ങൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും എല്ലാം ഇതാവണമെന്നില്ല. ചിലപ്പോൾ ഒരു 10% കേസുകൾ മാത്രമേ ഇങ്ങനെയൊക്കെ ഉള്ളത് കാണത്തുള്ളൂ. പക്ഷെ അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അത് വെച്ച് നമ്മൾ അത്രയും മൂർച്ഛിച്ച് ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടാവുന്ന സ്റ്റേജിൽ വന്നതിന് ശേഷം ഇത് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്ന രണ്ട് 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 വ്യത്യാസമാണ്. ഇപ്പോൾ ട്യൂബർകുലോസിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം കണ്ടുപിടിച്ചാൽ നമുക്ക് മരുന്നുകൾ കൊണ്ട് മാത്രം ചികിത്സിക്കാൻ പറ്റും. ഇപ്പോൾ ക്യാൻസറിന്റെ ആണെങ്കിൽ നമുക്ക് റേഡിയോതെറാപ്പി, കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ മുഴ, അതിന് ഓരോ സ്റ്റേജ് ഉണ്ടല്ലോ, ഓരോ സ്റ്റേജ് കഴിയുന്നതോടും നമുക്ക് ചികിത്സിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ, ഇങ്ങനെ പല ചികിത്സാ മാർഗങ്ങളുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എന്തൊക്കെ ചികിത്സാ മാർഗങ്ങൾ വഴി നമുക്ക് ഈ ഒരു അസുഖം മാറ്റിയെടുക്കാൻ സാധിക്കും? സാധാരണഗതിയിൽ ഈ ഡിസ്ക് തള്ളി ഞരമ്പിനെ ഞെരുക്കുകയാണെങ്കിൽ അതിയായിട്ടുള്ള കാലിലോട്ടുള്ള വേദന വരും. അപ്പം ആ സ്റ്റേജിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു റബ്ബർ ബാൻഡ് ഇടുന്ന പോലെയാണ്. അപ്പം ഡിസ്ക് ഈ എല്ലിനും അല്ല, ഞരമ്പ് ഡിസ്കിനും എല്ലിനും ഇടയ്ക്ക് ഞെരുങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ ഞരമ്പിന് പിന്നെയും നീര് വരും. നീര് വരുമ്പോൾ ഓൾറെഡി നമുക്ക് സ്പേസ് ഇല്ല ഞരമ്പിന് ഫ്രീ ആയിട്ട് അനങ്ങാൻ വേണ്ടി. അവിടെ വെച്ച് പിന്നെയും ഞരമ്പ് പിന്നെയും ഞെരുക്കപ്പെടും. അതാണ് ഈ അതിയായിട്ടുള്ള കാലുവേദനയ്ക്കുള്ള കാരണം. ഡിസ്ക് തള്ളിയിട്ട് നടുവേദന മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് വലിയ ചികിത്സകൾ വേണ്ട. എക്സസൈസ്, ഫിസിയോതെറാപ്പി, നട്ടെല്ല് മസിൽ സ്ട്രെങ്തനിങ്, അത് അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ വേദന മാറാറുണ്ട്. പക്ഷേ ഈ ഞരമ്പിന് ഞെരുക്കം വന്ന് കാലിലോട്ടുള്ള വേദന, അതിയായിട്ടുള്ള വേദന വരികയാണെങ്കിൽ അവർക്ക് ഒരു റിസ്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേദന എന്ന് പറഞ്ഞാൽ ഞരമ്പിന്റെ ഒരു ഒരു കരച്ചിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അടുത്ത സ്റ്റേജിൽ വരുന്നത് വെച്ചാൽ കംപ്ലീറ്റ് സപ്ലൈ കട്ടായിട്ട് ബലക്കുറവ് വരുന്ന ഒരു സ്റ്റേജാണ്. ഈ ബലക്കുറവ് സ്റ്റേജിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്താലും നമുക്ക് അതിന്റെ റിക്കവറി നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു 50% പേർക്ക് മാത്രമേ ഇത് തിരിച്ച് ആ പഴയ ബലം വരുത്തുള്ളൂ. ആ, ചിലർക്ക് വരും, ചിലർക്ക് വരത്തില്ല. അപ്പൊ 100% നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേസമയം ഈ വേദനയുടെ സ്റ്റേജിൽ തന്നെ നമ്മൾ ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ വേദന മാറുകയും ഈ പേശിയുടെ ബലം കുറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്ന് വെച്ച് എല്ലാ പെയിനുള്ള എല്ലാവർക്കും ഓപ്പറേഷൻ വേണമെന്നല്ല. കാരണം പലപ്പോഴും നമുക്ക് വേദനയുടെ മരുന്നുകളും ഞരമ്പിന് നീർക്കെട്ട് കുറയുന്ന മരുന്നുകളും കൊടുത്ത് ഒരു 6 ആഴ്ച വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ട്, വേദന കുറയുന്ന ട്രെൻഡാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസും ഫിസിയോതെറാപ്പിയും മെഡിസിനും മാത്രം മതി. ഇത് അതേസമയം ഈ മെഡിസിനുകൾ നമ്മൾ കൊടുത്തു എന്നിട്ടും പേഷ്യന്റ് വേദന കുറയുന്നില്ല, ബുദ്ധിമുട്ട് അതേപോലെ നിൽക്കുകയാണ് അല്ലെങ്കിൽ കൂടുകയാണ്, അങ്ങനെയുള്ള സ്റ്റേജുകൾ പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ സർജറി ചെയ്യുന്നതാണ് നല്ലത്. ഡോക്ടർ, നമ്മോടൊപ്പം കോട്ടയത്ത് നിന്ന് വർഗീസ് ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിക്കാം. ഹലോ സാർ. ഹലോ സാർ. ചോദിച്ചോളൂ. സാറേ, എന്റെ പുറത്ത് ഒരു വല്ലാത്ത വേദനയാണ്. അതൊരു വർഷങ്ങളായി തുടങ്ങിയിട്ട്. അതായത് ഞാൻ ഇവിടെ നടുവിന്റെ ഭാഗമാണോ അതോ മുകൾ ഭാഗമാണോ? നട്ടലിന്റെ നമ്മുടെ ഇടുപ്പ് ചേരുന്നതുണ്ട്, പുറവശത്തില് നമ്മുടെ ജോയിന്റ് ചേരുന്നതുണ്ടല്ലോ, അവിടെയുണ്ട്. അതുപോലെ തന്നെ നേരെ നട്ടലിന്റെ സെന്റർ ഉണ്ട്. കാലിന് മരവിപ്പൊക്കെ ഉണ്ടാകാറുണ്ട്, കാലിനും കൈക്കൊക്കെ മരപ്പ് ഉണ്ടാകാറുണ്ട്. അതുപോലെ മിന്നൽ വേദന, കൊള്ളിയാൻ മിന്നുന്നത് പോലുള്ള വേദന ചില സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് ജസ്റ്റിന്റെ സൈഡില് ഈ പള്ളക്ക് വാരിയല്ലുകൾക്ക് അതിനകത്ത് ഈ നമ്മൾ ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടാകുന്നതിൽ കഷ്ടമായിട്ടുള്ള വേദന ഉണ്ടാകാറുണ്ട്. ഓക്കെ. അപ്പം പറഞ്ഞു വെച്ചിട്ട് നടുവേദനയും പുറം വേദനയാണ് പ്രധാനപ്പെട്ടുള്ള പ്രശ്നമായിട്ട് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സ്ഥിരമായിട്ട് വർഷങ്ങളോളം നിൽക്കുന്ന വേദനകളെന്ന് പറഞ്ഞാൽ പലപ്പോഴും ട്രിഗർ പോയിന്റ് പെയിൻ എന്ന് പറയും. ഒരു പർട്ടിക്കുലർ പോയിന്റ് ശരീരത്തിൽ എവിടെയെങ്കിലും മസിലിന് അല്ലെങ്കിൽ എല്ലിനോ ചെറിയ ഒരു നീർക്കെട്ടോ ഇത് വന്നതിന് ശേഷം അത് മാറാതെ നിന്ന് അത് കൂടുതലായിട്ട് സ്ഥിരം ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ട്രിഗർ പോയിന്റ് പെയിൻ എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞു വെച്ചിട്ട് ഒരു ട്രിഗർ പോയിന്റ് പെയിൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഫിസിയോതെറാപ്പി, എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹലോ
പ്രേക്ഷകന്റെ കോൾ കട്ടായെന്ന് തോന്നുന്നു. ഓക്കെ അപ്പം ഓക്കെ ഓക്കെ നോർമലി ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ പുറം ഭാഗത്തൊക്കെ ഉള്ള വേദന എന്ന് വെച്ചാൽ നടുവില്ല, ഇച്ചിരി മേൽഭാഗത്തായിട്ട് പുറത്ത് നമ്മുടെ വാരിയെല്ല് അല്ലെങ്കിൽ തോൾപ്പലക ഇതിന്റെ സൈഡിലായിട്ടൊക്കെ വേദന വരാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു പെയിനായിട്ടൊരു പ്രശ്നമാണ്. അത് പലപ്പോഴും ആൾക്കാർ അമർത്തി തിരുമും. ആ ഒരു പോയിന്റിൽ നിന്ന് പലപ്പോഴും രോഗികൾ പറയും ഒരു പോയിന്റ് ആണ് വേദന, അവിടുന്ന് വേദന പടരുന്നു എന്നുള്ളത്. ഇതൊരു ട്രിഗർ പോയിന്റ് പെയിൻ ആണ്. ആ ഒരു പോയിന്റ് ആണ്, അതിൽ നിന്നാണ് ഈ പെയിൻ സ്പ്രെഡ് ആവുന്നത്. യൂഷ്വലി നമുക്ക് തുടക്ക സ്റ്റേജിലാണെങ്കിൽ ഈ പെയിൻ മയോഫേഷ്യൽ റിലീസ് എന്ന് പറയും. നമ്മൾ ആ പേശി നമ്മൾ റിലീസ് ചെയ്യണം. ഫിസിയോതെറാപ്പിയുടെ ഒരു ട്രീറ്റ്മെന്റ് ഭാഗമാണ് അത് ചെയ്യുക. അതിന്റെ കൂടെ എക്സസൈസ് ചെയ്യുക എന്നിവ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ വ്യത്യാസം വരാറുണ്ട് മിക്ക രോഗികൾക്കും. എന്നാലും പലപ്പോഴും പല രോഗികൾക്കും വ്യത്യാസം വരാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പോയിന്റിൽ നമ്മൾ ഇഞ്ചെക്ഷൻസ് എടുക്കാറുണ്ട്. അങ്ങനെ ആ പോയിന്റിലെ നീർക്കെട്ട് മാറുന്നതോടുകൂടി ഈ വേദന മാറാറുണ്ട്. നമ്മോടൊപ്പം മാധവൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിക്കാം. ഹലോ, ഞാൻ മാധവനാണ്. ഹലോ, ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ, ഞാൻ ഒരു നടുവിന് 2012 ഹലോ കേൾക്കുന്നുണ്ടോ? കേക്കാം പറഞ്ഞോളൂ. അത് 2012 സ്ലാബ് പിടിച്ച് പൊക്കിയപ്പോൾ നടുവിന് ഒരു മിന്നൽ വന്നിട്ട് നടുവേദനയായിട്ട് 2 കാലും തളർന്നുപോയി. ഓക്കെ. അപ്പൊ 2 കാലും തളർന്നുപോയി. ഞാൻ കോയമ്പത്തൂര് ഹോസ്പിറ്റലിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്ത് പിന്നെ സ്പൈനൽ കോഡ് ആയിരുന്നു ഓപ്പറേഷൻ ചെയ്തത്. എന്നിട്ട് പിന്നെ അവിടുന്ന് ഓപ്പറേഷൻ ചെയ്ത് കുറഞ്ഞ് വന്നു. ഇപ്പം നടുവേദന ഇല്ല, പക്ഷെ എന്റെ 2 കാലും മരപ്പാണ്. മരപ്പെന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല, അത് തനിയെ മാറുള്ളൂ. ഡിസ്കിന് പോറൽ വന്നിട്ടുണ്ട്, അത് മാറിയാലേ ഇത് തനിയെ കുറയുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോ 10 കൊല്ലത്തിന് മുകളിൽ അപ്പൊ ഇതൊരു പ്രശ്നമാണ്. അതെ. അപ്പൊ നട്ടലിന് ഈ പലപ്പോഴും ഈ ഡാമേജ് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിന്റെ ഈ ഞരമ്പിനുള്ള വളർച്ചയാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ ഞരമ്പ് തിരിച്ചു വളരുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടിഷ്യൂകൾ വളരുന്നതിന് വളരെ വ്യത്യാസമാണ്. അത് 1 mm ഒരു ദിവസമേ വളരത്തുള്ളൂ. ഒരു ദിവസം 1 mm വളരത്തുള്ളൂ. അപ്പം നമുക്ക് ആലോചിച്ച് നോക്കാം, നട്ടലിൽ നിന്ന് നമ്മുടെ പാദം വരെ എത്രത്തോളം നാളെടുക്കും വളർന്നു വരാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്നതിന്റെ കൂടെ 1 വർഷം അല്ലെ 1.5 വർഷത്തിന് ശേഷം ഉള്ള വളർച്ച, 1.5 വർഷം കൊണ്ട് സംഭവിക്കുന്ന വളർച്ച മാത്രമേ അതിനകത്ത് കിട്ടത്തുള്ളൂ. അതിന് ശേഷം പിന്നെ നമുക്ക് റിക്കവറി കിട്ടത്തില്ല. അപ്പോൾ 1 വർഷം അല്ലെ 1.5 വർഷം കൊണ്ട് ഈ മരവിപ്പ് മാറിയില്ല എന്നുണ്ടെങ്കിൽ ആ മരവിപ്പ് ലൈഫ് ലോങ് നിൽക്കാനാണ് സാധ്യത. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മരവിപ്പിനുള്ള മരുന്നുകളുണ്ട്. അത് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരും. അത് ഈ ഞരമ്പിന്റെ ഒരു ക്ഷതം വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. സാധാരണ ബാക്കി ഇപ്പൊ ബാക്കിയുള്ള രക്തധമനിയോ അങ്ങനെയുള്ള ഭാഗങ്ങൾ മുറിവ് വരുന്ന കഴിയുന്നതിനും വ്യത്യാസമാണ് ഞരമ്പ്. അതിന്റെ റിക്കവറി വളരെ സ്ലോയുമാണ്. പലപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ ശരിയാവും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് വളരെ സ്ലോ ആയിട്ടാണ് റിക്കവർ ആവത്തുള്ളൂ. അത് പൂർണ്ണമായിട്ട് ചിലപ്പോൾ റിക്കവർ ആവത്തുമില്ല. ഇപ്പം 2012 എനിക്ക് തോന്നുന്നില്ല ഇനി ഈ മരവിപ്പ് തിരിച്ച് പഴയ രൂപത്തിൽ പുള്ളിക്ക് അത് സാറിന് സെൻസേഷൻ തിരിച്ചു വരുവാൻ സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ മരവിപ്പിനെ കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, എപ്പോഴാണ് സർജറി എന്നൊരു ഓപ്ഷൻ നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നത്? എങ്ങനെയാണ് ഈ സർജറി? എത്ര നാൾ ആശുപത്രി വാസമൊക്കെ വേണ്ടി വരും? സർജറി എപ്പോഴാണോ രോഗിക്ക് ഇത് കാരണം ഒന്ന് പ്രധാനമായിട്ടും ബലക്കുറവ് സംഭവിച്ചിട്ട് ഉടനെ തന്നെ സർജറി ചെയ്യണം. രണ്ടാമത്തെന്ന് വെച്ചാൽ മലം മൂത്രം എന്നിവയുള്ള കൺട്രോൾ പോവും, അല്ലെങ്കിൽ ചന്തിയുടെ ഭാഗത്ത് മരവിപ്പ് വരുന്നു. ഈ സ്റ്റേജിൽ വന്നാലും എമർജൻസി ആയിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യണം. പിന്നെ മൂന്നാമത് സ്ഥിരമായിട്ട് നമുക്ക് മരവിപ്പ് നിൽക്കുകയാണ്, വേദന നിൽക്കുകയാണ്, കുറേ ദൂരം നടക്കുമ്പോൾ നമുക്ക് ഇരിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള സ്റ്റേജിലും നമുക്ക് സർജറി ആണ് ഐഡിയൽ ട്രീറ്റ്മെന്റ്. ഇനി സർജറി തന്നെ പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഒരു ലെവലിലേ ഉള്ളൂ നട്ടൽ എന്ന് വെച്ചാൽ L4, L5, L5S1 അങ്ങനെയൊക്കെ നമ്മൾ പല നട്ടലിന് ഓരോ ലെവൽ പറയും. ഒരു ലെവലിൽ മാത്രമേ ഉള്ളൂ ഡിസ്ക് തള്ളൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സർജറീസ് ഉണ്ട്. എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിക് സർജറി ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പിക് സർജറി ഉണ്ട്. ഈ എൻഡോസ്കോപ്പി മൈക്രോസ്കോപ്പിക് സർജറി എന്ന് വെച്ചാൽ എൻഡോസ്കോപ്പിയിൽ നമ്മൾ എൻഡോസ്കോപ്പ് അല്ലെങ്കിൽ ചെറിയ ക്യാമറ ഉപയോഗിച്ച് പോയി എടുത്തു കളയുന്നതാണ്. മൈക്രോസ്കോപ്പിയിൽ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ മാഗ്നിഫൈ ചെയ്ത് കണ്ട് ഈ ഡിസ്ക് എടുത്ത് കളയുന്നതാണ്. ഈ 2 സർജറീസിലും നമുക്ക് വരുന്ന മുറിവ് വളരെ ചെറുതാണ്. തൊട്ടടുത്ത ദിവസം തൊട്ട് നമുക്ക് നടക്കാൻ പറ്റും. തൊട്ടടുത്ത ദിവസം നമുക്ക് ആശുപത്രിവാസം ഒഴിവാക്കി വീട്ടിൽ പോകാൻ പറ്റും. ഒരു 10 ദിവസം അല്ലെങ്കിൽ
രണ്ടാഴ്ചയ്ക്ക് ശേഷം ഓൾമോസ്റ്റ് പഴയതുപോലെ തന്നെ നോർമലായിട്ട് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫീസ് വർക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഈവൻ സെക്കൻഡോ തേർഡ് ഡേയിലോ തന്നെ ഓഫീസ് വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി അതേസമയം 2-3 ലെവലോളം ഡിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്കിന്റെ കൂടെ നട്ടലിനും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ സർജറീസ് ആണ് സാധാരണ ചെയ്യുന്നത്. നമുക്കല്ലാതെ മിനിമലി ഇൻവേസീവ് സർജറീസും ഇതിനകത്തുണ്ട്. മിനിമലി ഇൻവേസീവ് സർജറീസ് ആണെങ്കിൽ റിക്കവറി കുറവായിരിക്കും. അതേസമയം ഓപ്പൺ സർജറീസ് ആകുമ്പം മുറിവ് കരിയാനുള്ള ഒരു താമസം ഒരു ആഴ്ച എക്സ്ട്രാ ചിലപ്പോൾ നമുക്ക് എടുക്കുമായിരിക്കും. ഇപ്പോൾ ഓപ്പൺ സർജറിയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഓപ്പൺ സർജറി നമ്മൾ കണ്ട് ചെയ്യുന്നതായതുകൊണ്ട് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കറക്ഷൻ പറ്റും. മിനി ഓപ്പൺ ആണ് അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കറക്ഷൻ അത് രോഗിയെ സംബന്ധിച്ചിരിക്കും, അല്ലെങ്കിൽ രോഗിയുടെ അസുഖത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ അത് തീരുമാനം എടുക്കുന്നത്. ഡോക്ടർ, നമ്മോടൊപ്പം കണ്ണൂരിൽ നിന്ന് പ്രഭ ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ 96 മുതൽ നടുവേദനയായിട്ട് ചികിത്സ എടുക്കുന്നതാ. ഒന്നുകൂടെ വ്യക്തമാക്കാവോ? ഇപ്പൊ എന്നു വെച്ചാൽ അത് കൂലി കെട്ടിട്ടാട്ടി നടുവേദന കുറച്ച് വ്യത്യാസം വന്ന്. ഓക്കെ. അമ്മയ്ക്ക് കാലിലോട്ട് പെരുപ്പ് വല്ലതും ഉണ്ടോ? ഇപ്പം കാലിന് വേദന ഉണ്ട്. അല്ല, അത് ഈ കാലിലെ കാലിന് വേദന എന്ന് വേദന പറയുന്നത് ഉണ്ട്, വലത്തെ നടുവിൽ നിന്ന് കാലില്. തുടങ്ങി പാദം വരെ വേദനയുണ്ടോ? പിന്നെ കഴുത്തിന് വേദന ഉണ്ടായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സാധാരണഗതിയിൽ ഇപ്പം ഈ ഇതെല്ലാം അത്ര സ്പെസിഫിക് ആയിട്ടുള്ള പെയിനുകളല്ല. എന്ന് വെച്ചാൽ ഇപ്പം ഒരു പ്രായാധിക്യം വരുമ്പോൾ ഈ നടുവേദന, കഴുത്തുവേദന തുടങ്ങിയവ ഈ ഡിസ്ക് തള്ളലല്ലാതെ തന്നെ വേറെയും വരാം. നട്ടലിന് തന്നെ ഒത്തിരി ജോയിന്റുകളുണ്ട്, ചെറിയ ചെറിയ ജോയിന്റുകളാണ്. അപ്പൊ ഈ ജോയിന്റുകൾക്ക് തേയ്മാനം വന്നാലും ഇതുപോലെ കഴുത്തുവേദന വരാം, നടുവേദന വരാം. പിന്നെ ഈ കാലിലോട്ടുള്ള വേദന എന്ന് പറഞ്ഞാൽ നടുവിന്റെ ഭാഗത്ത് തുടങ്ങി പാദം വരെ പടരുന്ന വേദനയാണെങ്കിൽ മാത്രമേ അത് നട്ടലുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം മുട്ടിന് നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള വേദനകളാണെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ആ ലോക്കലായിട്ടുള്ള മുട്ടിന്റെ പ്രശ്നം കാരണമുള്ള വേദനയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പൂറ്റി വേദന ഉണ്ടെങ്കിൽ ആ ഉപ്പൂറ്റിയുടെ ആ ഭാഗത്ത് നീർക്കെട്ട് വന്നിട്ടുള്ള വേദനയാവാം. അതേസമയം ഈ പടരുന്ന വേദനയാണെങ്കിലോ അല്ലെങ്കിൽ കാലിന്റെ ഒരു ഭാഗത്ത് മാത്രം, എന്ന് വെച്ചാൽ ഞരമ്പ് സപ്ലൈ ഓരോരോ ഞരമ്പിന് ഓരോ ഭാഗങ്ങളുണ്ട്, ആ ഭാഗത്ത് മാത്രം വേദന വരുന്നതാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാം. അല്ലാതെ ഇപ്പൊ ജനറലായിട്ട് ഇപ്പം നടുവേദന, കഴുത്തുവേദന, പുറം വേദന എന്നിവ നമുക്ക് ഈ ഡിസ്ക് തള്ളലുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റത്തില്ല. അത് വേദന മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് ഫിസിയോതെറാപ്പി, എക്സസൈസ്, മസാജ് തെറാപ്പി, അൾട്രാസൗണ്ട് മുതലായവയിൽ വ്യത്യാസം വരും. പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, ഹലോ ഡോക്ടറിൻ്റെ സമയം ഇന്ന് പൂർണ്ണമാവുകയാണ്. നമ്മളിന്ന് സംസാരിച്ചത് നട്ടലിൻ്റെ ഡിസ്ക് തള്ളലിന് കാരണമെന്ത്, പരിഹാര മാർഗങ്ങൾ എന്ത് എന്ന വിഷയമാണ്. നമ്മോടൊപ്പം സംസാരിച്ചത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ഇബാദ് ഷായാണ്. നന്ദി ഡോക്ടർ. നന്ദി, നമസ്കാരം.